ഹായ് കൂട്ടുകാരെ, പൊന്നൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് മസൂർ ഡാലും ചീരയും കൂടെ വെച്ചിട്ട് ഒരു ഉച്ചക്കലത്തേക്ക് ഫുഡിന് വേണ്ടി ഒരു ഒഴിച്ച് കറിയായിട്ട് ആണ് വയ്ക്കുന്നത്. പരിപ്പും ചീരയും കൂടെ വെച്ചൊരു കറിയാണ് വയ്ക്കുന്നത്. അപ്പം അതിന് വേണ്ടത് മസൂർ ഡാലാണ്. തോരൻ പരിപ്പല്ല, ഇത് മസൂർ ഡാലാണ്. അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പച്ചച്ചീരയാണ്, അത് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, ഒരു പിടി ചീര വരും, അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയുണ്ട്, 2 വലിയ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക്, ചെറിയ പച്ചമുളകായതുകൊണ്ട് 3-4 എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് അടുപ്പിലോട്ട് വെക്കാം. ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. ലാസ്റ്റിൽ ഞാൻ ഇതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കും. വെളുത്തുള്ളി 2 ചതച്ച് വെച്ചിരിക്കുന്നത്, പച്ചമുളക് ഒരു 3-4 ഉണ്ട്, ശകലം കറിവേപ്പില, ഒരു ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചെറുതായിട്ട്, വാടിയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ. പരിപ്പും ചീരയും കൂടെ കറി വയ്ക്കുന്നത് വെറൈറ്റി ആയിട്ടൊന്നും ഇല്ല. പിന്നെ ഞാനിവിടെ വെച്ചപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ, നിങ്ങളിങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു, അപ്പോൾ തന്നെ. അപ്പം നമുക്കിനി ചീര ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ച് ഒരു പിടി ചീരയുണ്ട്. മീനൊക്കെ കിട്ടാത്ത ദിവസം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിയാൻ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്, നല്ല കറിയാണ്. നമുക്കിനി പരിപ്പിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്. കുറച്ചധികം പരിപ്പുണ്ട്. ഈ ഒരു മീഡിയമിലിട്ട് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ പിന്നെ അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്, എത്രയാണോ വേണ്ടത് അത്രയും. ഇത് കല്ലുപ്പാണ് കേട്ടോ, ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ, പിന്നെ വേണമെങ്കിൽ ഇടാൻ. കല്ലുപ്പാണ് ഇരിക്കുന്നത്. പിന്നെ ജീരകത്തിന്റെ പൊടിയാണ്, ഒരു ശകലം. മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്, കാരണം ഞാൻ 3-4 മുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ എരി വേണ്ട, കുറച്ച് എരി മതി. 1 സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്നൊരു കറിയാണ്, എല്ലാവർക്കും കഴിക്കാൻ നല്ല. കുട്ടിയെക്കാളും ചീര എപ്പോഴും നല്ലതല്ലേ. ഇലക്കറികളെന്ന് പറയുന്നത് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇലക്കറികൾ കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ആയാലും ചൂടുവെള്ളം ആയാലും എന്തായാലും ഒഴിക്കും. ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ഇതിൽ ഒഴിക്കുന്നത്.
പരിപ്പും ചീരയൊക്കെ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, നമുക്ക് എത്രയാണോ കറി വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ചു. ഞാനിപ്പോൾ നെവക്ക് കൂടുതൽ വെള്ളം ഒഴിക്കണം, ഇത് വേകണം, വെന്ത് വരണം. കുക്കറിലൊന്നും അല്ല വെക്കുന്നത്. ഒരു തക്കാളിക്കയും കൂടെ ഞാനത് പറയാൻ മറന്നുപോയതാണ്, ഒരു തക്കാളിക്കയും കൂടെ ഇടണം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഒരു ചെറിയൊരു പുളിപ്പും അങ്ങനെ എരിയൊക്കെ ആവശ്യത്തിന് ഇട്ടോളണം, ഉപ്പും എല്ലാം ആവശ്യത്തിന് ഇട്ടോളണം. അപ്പോൾ ഇതിവിടെ നിന്ന് വേകട്ടെ. ഓക്കെ കൂട്ടുകാരി, എൻ്റെ പരിപ്പും ചീരയും കൂടെ ഉള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ശകലം അതിൽ കടുക് പൊട്ടിച്ചിടണം, ഒരു ശകലം കടുക്. അപ്പോൾ കടുക് പൊട്ടുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഉള്ളി ഇട്ടെടുക്കാം. ഉള്ളി മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു ശകല മുളക് പൊടി, ശകല മതി, എരിയൊക്കെ ഉണ്ട്, ശകല മുളക് പൊടി കളാസ്. എന്നിട്ട് നമുക്ക് ഈ പരിപ്പ് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കളസിച്ചിരി നേരം അവിടെ ഇരിക്കട്ടെ. അപ്പം കൂട്ടുകാരെ, എൻ്റെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പരിപ്പ് കറിയാണ്. പരിപ്പ് കറി റെഡിയാണ്. ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടിയാണ് വെച്ചത് കേട്ടോ. അപ്പോൾ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി പരിപ്പ് കറിയാണ്. പരിപ്പും പച്ചച്ചീരയും കൂടെ ഇട്ട് കറി വെച്ചതാണ്. സൂപ്പറാണ്. അങ്ങനെയാണ്. അപ്പം ഞാനിവിടെ ചോറ് എടുത്തിട്ടുണ്ട്. ചോറിന് പാവയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്, ഒരു ഉണക്കമീനുണ്ട്, മാങ്ങാച്ചാറുണ്ട്, പിന്നെ നമ്മുടെ പരിപ്പ് കറി. നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് പരിപ്പ് കറിയും ചോറും. അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല നിങ്ങൾക്കൊക്കെ ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. നമുക്ക് മീനൊന്നും കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഉണക്കമീനും കൂട്ടി പറയുകയും വേണ്ട. അല്ലെങ്കിൽ മുട്ട വറുത്തതോ മീൻ വറുത്തതോ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് ഒരു ഐറ്റമാണ്. നല്ല അടിപൊളി, വേറെ സംഭവം, വേറെ ലെവലിൽ നല്ല അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.